عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബില്ലാഹ്. മക്കൾ ഇന്നലെ സ്കൂൾ വിട്ട് വന്ന് സ്ഥാനാർത്ഥി ജയിച്ച മെമ്പർ ലഡുവുമായി വരുന്നത് കാത്തിരിക്കുകയാണ്. അങ്ങനെ വിവരം അവർക്ക് കിട്ടി. അതെ, അവർ വന്നു, ലഡു കൊടുത്തു. ഇങ്ങനെ ഭരണകാലം മുഴുവനും ഭരണമേറ്റെടുത്തവരും അധികാരം വഹിക്കുന്നവരും ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുന്നിൽ മധുരം നൽകിയും അല്ലാതെയും ഒക്കെ ഒരു സേവന മനസ്സിലൂടെ നീങ്ങുകയാണെങ്കിൽ ലഡുവിൻ്റെ അത്രയും മധുരം വേണമെന്നില്ല. പക്ഷേ വലിയ കയ്പ് അനുഭവങ്ങൾ നൽകാതെ തൻ്റെ ഭരണകാലം ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാകണമെന്നൊരു ചിന്ത ഉണ്ടാകണം. കഴിഞ്ഞ ദിനങ്ങളിലുമൊക്കെ ഇസ്ലാമിക ചരിത്രത്തിലെ ഭരണാധികാരികളുടെ സേവന മനസ്ഥിതിയാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. രാത്രി മുറക്കമൊഴിച്ചും ജനങ്ങളുടെ ക്ഷേമത്തിനായിരുന്നു അവർ പ്രവർത്തിച്ചത്. സ്വന്തം വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിലും മറ്റുള്ളവരെ വിശപ്പെടുക്കാനുള്ള മാർഗങ്ങളാണ് അവർ ചിന്തിച്ചത്. വീട്ടിൽ പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലും സ്വന്തം ഭാര്യയെ കൂട്ടി പരിചരിക്കാൻ ചെന്ന ഖലീഫ ഉമർ ഖത്താബ് തങ്ങളുടെയും അതുപോലെ ഒട്ടേറെ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ വളരെ പൊതുമുതലിനോടൊക്കെ സൂക്ഷ്മത പുലർത്തി ഭരണം നടത്തിയ ഉമർ രണ്ടാമൻ എന്ന പേരിൽ പ്രശസ്തനായ ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹത്തുക്കളുടെയൊക്കെ ചരിത്രം കേവലം വായിക്കാൻ മാത്രമല്ല, പറയാൻ മാത്രമല്ല, അതൊക്കെ സ്വന്തം പ്രവൃത്തി പദത്തിലൂടെ കാണിച്ചു കൊടുക്കുവാനും പ്രാവർത്തികമാക്കുവാനും ഒക്കെ ഒരു പരിധിവരെയൊക്കെ ശ്രമിച്ചാൽ നല്ലതാണല്ലോ. കഴിഞ്ഞ കുറേ ദിനങ്ങൾ തിരഞ്ഞെടുപ്പ് ബഹളങ്ങളുടേതായിരുന്നു. എന്തൊക്കെയോ നടന്നു, എന്തൊക്കെയോ സംഭവിച്ചു. എല്ലാവരും സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കട്ടെ. ഒരുപക്ഷെ മതം കർശനമായി വിലക്കിയ ആണും പെണ്ണും കൂത്താടിയൊക്കെയുള്ള രംഗങ്ങൾ പോലും പറയുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുകയാണ്. ഈ പ്രഭാഷണം റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ അല്പം മുമ്പാണ് എൻ്റെ സ്കൂളിൽ നിന്ന് സെക്രട്ടറി വിളിക്കുന്നത്. കുട്ടികളുടെ ആനുവൽ ഡേ വരികയാണല്ലോ. മലപ്പുറത്തുനിന്ന് ഒരു കലാരംഗത്ത് പ്രതിഭയായി അറിയപ്പെട്ട ഒരു പെൺ താരം നമുക്കൊന്ന് ക്ഷണിച്ചാലോ? ഞാൻ തിരിച്ചു പറഞ്ഞു, ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി പൊതുവേദിയിൽ പ്രദർശിപ്പിക്കുന്നത് ഒന്ന് ആലോചിക്കണ്ടേ. കോൾ കട്ട് ചെയ്തു. അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വിളിച്ചു. ഇല്ല, നമ്മൾ ആ പരിപാടി മാറ്റുക. അതേ, നിഷിദ്ധങ്ങളോടൊക്കെ അകലങ്ങൾ പാലിച്ച് പൊതുവേദിയിലാണെങ്കിലും പൊതുമുതലിനോടൊക്കെ സൂക്ഷ്മത പാലിച്ചും എല്ലാവരും രംഗങ്ങൾ മനോഹരമാക്കാനുള്ള ഒരു ശ്രമം, ഇതൊക്കെ ഇലാഹിൽ ചിന്തയിൽ നിന്നാണ് രൂപപ്പെടേണ്ടത്. ഏതായാലും നമുക്ക് റജബിൻ്റെ വിളംബരം എത്തി നിൽക്കുമ്പോൾ ചില വാചകങ്ങൾ വിശുദ്ധ റജബിനെ കുറിച്ച് സന്ദർഭികമായി ആലോചിക്കാം. അല്ലാമ ഇസ്മായിൽ ഹഖി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫളലല്ലാഹുൽ അശ്ഹുറ വൽ അയ്യാമ വൽ ഔഖാത്ത് ബഅദഹാ അലാ ബഅദ്. ചില മാസങ്ങളെ, ദിവസങ്ങളെ, സമയങ്ങളെ അല്ലാഹു മറ്റതിനേക്കാൾ വിശിഷ്ടമാക്കിയിട്ടുണ്ട്. അതുപോലെ ഫളല റുസുല വൽ ഉമമ ബഅദഹാ അലാ ബഅദ്. ചില പ്രവാചകന്മാരെയും ചില ഉമ്മത്തികളെയും മറ്റു അമ്പിയാക്കളേക്കാൾ ഉമ്മത്തികളേക്കാൾ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ടല്ലോ എന്നതുപോലെ. എന്തിനാണ് തബാദുറുൻ നുഫൂസി വതസാറുഇൽ ഖുലൂബി ഇഹ്തിറാമിഹാ. ഇതിനൊക്കെ വേണ്ടതുപോലെ പരിഗണിക്കുക എന്നതിലേക്ക് സ്വന്തം മനസ്സാക്ഷിയും ശരീരവും എല്ലാം വേഗത്തിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ വേണ്ടിയാണ്. തതശവ്വുഖിൽ അർവാഹി ഇഹ്യാഇഹ. ഇവയെ സജീവമാക്കുന്നതിൽ എപ്പോഴും മനസ്സുകൾ ബദ്ധശ്രദ്ധരായിരിക്കണം. വിശുദ്ധ ഖുർആൻ മാസങ്ങൾ പരിചയപ്പെടുത്തും. 12 മാസം. മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ 4 പവിത്ര മാസങ്ങൾ. അല്ലാഹു തആല ആ പവിത്ര മാസങ്ങളുടെ മഹത്വം പറഞ്ഞുകൊണ്ട് അവസാനം പറഞ്ഞു, വലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും. നിങ്ങൾ ശരീരങ്ങളോട് ഈ മാസങ്ങൾ അതിക്രമം കാണിക്കാൻ പാടില്ല. ഈ പവിത്ര മാസങ്ങളിൽ ഒന്നാണല്ലോ റജബ്. പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അധ്യാപനം മനസ്സിലാക്കി പിൻകഴിഞ്ഞ മഹത്തുക്കളുമൊക്കെ വിശുദ്ധ റജബിനെ, അതിൻ്റെ മനോഹാരിതയെ, അതിൻ്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കുവാനും ഇബാദത്തുകളെ കൊണ്ടും പ്രാർത്ഥനകളെ കൊണ്ടും വ്രതങ്ങളെ കൊണ്ടുമൊക്കെ സജീവമാക്കുവാനും
ശ്രമിച്ച ചരിത്രങ്ങൾ എമ്പാടുമുണ്ട്. അനസിൻ റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക്കിൽ നിന്നുള്ള നിവേദനമാണ്. ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഖീല യാ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ലിമാ സുമ്മിയ റജബ്, എന്താണ് ഈ റജബ് എന്ന പേര് വരാൻ കാരണം? അപ്പോൾ ഖാല, നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ലഅന്നഹു യതറജബു ഫീഹി ഖൈറുൻ കസീർ, ഈ മാസത്തിൽ ഒരുപാട് നന്മകൾ വർഷിക്കും എന്നാണ്. ഫൈദുൽ ഖദീറിൽ കാണാം, ഖംസു ലയാലിൻ ലാ തുറദ്ദു ഫീഹിന്ന ദഅവ, 5 രാത്രികൾ അതിൽ പ്രാർത്ഥിച്ചാൽ, നിബന്ധനകളൊക്കെ ഒത്ത് വേണ്ടതുപോലെ അതിൻ്റെ പരിപാവനതയുടെ ഹുർമത്തോടെ ദുആ ചെയ്താൽ അത് പിന്നെ നിരാകരിക്കപ്പെടില്ല, ഉത്തരം കിട്ടും. ഒന്ന്, അവ്വലു ലൈലത്തി മിൻ റജബ്, റജബ് മാസത്തിലെ ആദ്യത്തെ രാത്രി. മറ്റൊന്ന്, വലൈലത്തു നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ മാസത്തിലെ പകുതി, അഥവാ നമ്മൾ ബറാഅത്ത് രാവ് എന്ന് പറയുമല്ലോ, ആ രാത്രി. വലൈലത്തുൽ ജുമുഅ, ഒന്ന് വെള്ളിയാഴ്ച രാവ്. വലൈലത്തുൽ ഫിത്ർ, 2 പെരുന്നാൾ രാത്രികൾ. വിശദീകരണത്തിൽ കാണാം, ഖിയാമു ഹഉലാഇ ലയാലി വത്തളറു വലിബ്തിഹാൽ, ഈ രാത്രികളൊക്കെ സജീവമാക്കൽ പുണ്യകരമാണ്. മാത്രമല്ല, വഖദ് കാന സലഫു യുവാളിബൂന അലൈഹി, പൂർവികന്മാരെല്ലാം ഇത് ജീവിതത്തിൽ ശീലമാക്കി. നമ്മുടെ ചില ഉലമാക്കളും ഉസ്താദ്മാരും പറയാറുണ്ട്, നാം ചെയ്തു വരുന്ന ആചാരങ്ങൾ പലതും ചില അഭിനയ കക്ഷികളൊക്കെ ചോദ്യം ചെയ്യാറുണ്ടെങ്കിലും അതിനെല്ലാം പൂർവികർ ചെയ്തതല്ലേ, അപ്പോൾ അതിനൊക്കെ എവിടെയെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടാകും, തത്വം ഉണ്ടാകും. തലമുറയുടെ ബാധ്യത അതെല്ലാം ജീവിതത്തിൽ പകർത്തുക എന്നതാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു റജബിൽ ഹംബലി തങ്ങൾ പറയുന്നുണ്ട്, 5 രാത്രി അഥവാ അതിൽ പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്താൽ ഇസ്തിജാബ, ഉത്തരം കിട്ടും എന്ന് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതായി പറയുന്നു. അപ്പോൾ മഹത്തുക്കളെല്ലാം റജബിലെ ആദ്യത്തെ രാത്രിയുടെ പ്രത്യേകത, ഒപ്പം റജബിൻ്റെ പ്രാധാന്യവും. റജബ് മാസത്തെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റുല്ലാ എന്നാണ് പരിചയപ്പെടുത്തുന്നത്, അള്ളാഹുവിൻ്റെ മാസം. പടച്ചവനിലേക്ക് ചേർത്തി പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഇളാഫത്തു ഷഹ്രി ഇലല്ലാഹ് യദുല്ലു അലാ ശറഫിഹി വഫളിഹി, അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ, ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നതാണ്. മഹത്തുക്കൾ ഇതിനെ വളരെയധികം പരിപാവനതയോടെ, പവിത്രതയോടെ, ആദരവോടെ കണ്ടിരുന്നു. അതിൽ വ്രതമനുഷ്ഠിക്കലും, വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പിന്നെ വ്രതമെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞ ഈ പവിത്ര മാസങ്ങളാണ്. ആ പവിത്ര മാസത്തിൽ തന്നെ മുഹറം കഴിഞ്ഞാൽ പിന്നെ റജബിനാണ് പ്രാധാന്യം എന്നും മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഈ മാസത്തിൽ വ്രതം സജീവമാക്കൽ പുണ്യകരമാണെന്ന് ഫിഖിൻ്റെ കിതാബുകളിലൊക്കെ കാണാം. ഇമാം റംലി അത് ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മഈൻ പറയുന്നുണ്ട്. അങ്ങനെ സ്വാലിഹ്യങ്ങളൊക്കെ വ്രതം കൊണ്ട് സജീവമാക്കുന്നവരുമുണ്ട്. ഇതുവരെയുമുള്ള ലക്ഷ്യമായ സഞ്ചാരങ്ങളും അതുപോലെ ആത്മീയ ചിന്തകളില്ലാതെയുള്ള നീക്കങ്ങളുമൊക്കെ ഒന്ന് മാറ്റിവെച്ച് റമദാനിൻ്റെ മുന്നൊരുക്കം എന്ന കടന്നു വരുന്ന ഷഅബാനിൻ്റെ മുമ്പ് കടന്നു വരുന്ന റജബ് മാസം, ഇതിനെ വേണ്ടതുപോലെ കർമ്മങ്ങളാൽ, ചിന്തകളാൽ, ആരാധനകളാൽ സജീവമാക്കാനുള്ള ഒരു തീവ്രമായ നീക്കം നല്ല മനുഷ്യരിലൊക്കെ ഉണ്ടാകണം. അബൂബക്കർ വറാഖിൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നു, ഷഹ്റു റജബ്, റജബ് മാസം ഷഹ്റുൻ ലിസ്റഇ, കൃഷി ചെയ്യാനുള്ളതാണ്. ഷഅബാൻ മാസം ഷഹ്റു സഖി, അത് നനച്ചു കൊടുക്കാനുള്ളതാണ്. റമദാനു ഷഹ്റു ഹസാദി സിറഇ, റമദാനാകട്ടെ നാം വിത്തിറക്കി നനച്ച് കൊടുത്ത് വളർത്തിയ ആ കൃഷിയെ അത് നമുക്ക് കൊയ്തെടുക്കാനുള്ള, അനുഭവിക്കാനുള്ളതാണ്. പറഞ്ഞതിന് താല്പര്യം എന്താ? വിശുദ്ധ റജബ് മുതൽ ഇബാദത്ത്, തആത്ത്, പുണ്യകരമായ അമലിലേക്കൊക്കെ നമ്മൾ നന്നായി ശ്രമിക്കണം. കുടുംബനാഥന്മാർ അവരുടെ ഭാര്യ സന്താനങ്ങളെയും അവർക്ക് ബന്ധപ്പെട്ടവരെയും ഒക്കെ ഈ മാസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഒരു മാറ്റങ്ങൾക്ക് വേണ്ടി തയ്യാറാകാൻ പറയണം. ഒരു മാസവും ഒരു ദിവസവും നിമിഷങ്ങളും അതൊന്നൊന്നായി പോകുമ്പോൾ പിന്നെ തിരിച്ചു വരുന്നില്ലല്ലോ. ഹസൻ ബസീർ അല്ലാഹുവിന് പറയുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും ഫജ്ർ പ്രഭാതമായി കഴിഞ്ഞാൽ യുനാനി മുനാദിൻ, ഒരു ശബ്ദം കേൾക്കാം. ഒരു നാഥം എവിടെ നിന്ന് വിളിച്ചു പറയുന്നു, ഇബ്ന ആദം
ആദം സന്തതികളെ അനഹൽക്കും ജദീദ്, ഞാൻ ഒരു പുതിയ സൃഷ്ടിപ്പാണ്. അനയോമുൻ ജദീദ്, ഞാൻ പുതിയ ദിവസമാണ്. വഅല അമരിക ഷഹീദ്, താങ്കൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. അതുകൊണ്ട് ഫഗ്തനിംനീ ഖബ്ല അൻ അഫൂത്ത്, ഞാൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് എന്നെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണമേ. അതാ നമ്മിലേക്ക് സമാഗതമാകുന്ന വിശിഷ്ടമായ വിശുദ്ധമായ റജബിനെ സൽക്കർമ്മങ്ങളാൽ ധന്യമാക്കാൻ നമുക്കെല്ലാവർക്കും പ്രതിജ്ഞാപ്തരാകാം. ജഗന്യന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.